ഇപ്പൊ നമ്മള് രാവിലെ തന്നെ ഒന്ന് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇപ്പൊ മഴക്കാലമായതുകൊണ്ട് തന്നെ മഴയൊക്കെ കുറഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചു. ഈ ശനി ഞായർ ലീവ് ആയതുകൊണ്ട്, ബക്രീദിന്റെ ലീവ് ആയതുകൊണ്ട് ശനിയാഴ്ച രാവിലെ തന്നെ ഒന്ന് ഇറങ്ങി. ഇങ്ങനെ വണ്ടി എടുത്തു. മഴ ഇപ്പൊ കുറഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് പോയിട്ട് വരാൻ പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ജസ്റ്റ് പെരുമ്പാവൂരെത്തി. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോ സ്നാക്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ചിപ്സും അതുപോലെ നെല്ലിക്കൊക്കെ വാങ്ങിച്ചു. കുറച്ച് പോയപ്പോ തന്നെ ഫോറസ്റ്റിന്റെ ബോർഡൊക്കെ കണ്ടു. പിന്നെ സൈഡിലൊക്കെ നല്ല നമ്മുടെ ആ ചാലക്കുടി പുഴയുടെ സൈഡൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കുറെ ദൂരം പോകുമ്പോൾ. അവിടെ വണ്ടി നിർത്തി ജസ്റ്റ് ഇറങ്ങിയൊക്കെ നോക്കി. പിന്നെ അവിടെ എത്തി. ടിക്കറ്റ് കൗണ്ടർ 2-3 ഉണ്ട്. നമ്മൾ ആദ്യം കണ്ടെടുത്തുനിന്ന് ടിക്കറ്റ് എടുത്തില്ല. പിന്നെ അതിന്റെ എൻട്രി എടുത്തുനിന്നാണ് ടിക്കറ്റ് എടുക്കാതെ വിചാരിച്ചു. നല്ല തിരക്കാട്ടോ. നല്ല തിരക്ക് വെച്ചാല് പിന്നെ 2 ദിവസം ലീവ് ആയതുകൊണ്ട് തന്നെ, ബക്രീദിന്റെ ലീവൊക്കെ ആയതുകൊണ്ട് എല്ലാം ഉണ്ട്. നോർത്ത് ഇന്ത്യൻസും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്. എല്ലായിടയ്ക്കും വണ്ടിയൊക്കെ നിർത്തിയിട്ട് വെക്കാനുള്ള സ്ഥലമില്ല. നമ്മൾ ദൂരത്ത് തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും വെള്ളച്ചാട്ടം. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ എത്തി. ടിക്കറ്റ് എടുക്കാൻ ക്യൂ ആയിട്ടൊന്നുമില്ല. 2 പേർക്ക്, വലിയവർക്ക് 60-120 രൂപയും പിന്നെ 12 വയസ്സിന്റെ കൊച്ചിന് 15 രൂപ, അങ്ങനെ 135 രൂപയാണ് ബില്ല് ടിക്കറ്റ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഉള്ളിലേക്ക്. ഒരുപാട് പേരുണ്ട്. അങ്ങോട്ട് പോകുന്നവരും തിരിച്ചു വരുന്നവരും. കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നന്നായിട്ടുണ്ടല്ലേ വെള്ളച്ചാട്ടം. ഒരുപാടൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടാവും നല്ല മഴക്കാലത്താണെങ്കിൽ. നമ്മളവിടെ മേലെ തന്നെ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങി. പിന്നെ ഇടയിലെ കൂടെ വെള്ളം ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ പോയി ഇരുന്നു. കുറച്ച് നടക്കുമ്പോൾ തന്നെ ക്ഷീണിച്ചു. നമ്മളെ താഴേക്ക് പോവാണ്. വെള്ളച്ചാട്ടത്തിന് താഴേക്ക് നടന്നു പോവാണ്. താഴെ എത്തി. നല്ല വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഡ്രിസ്ലിംഗ് പോലെയാണ്. നല്ല കാറ്റൊക്കെ വരുമ്പോ ഇങ്ങനെ മേക്കേക്ക് വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് സ്പ്രേ ചെയ്യും. പിന്നെ അവര് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവന് എടുത്ത് നടക്കാണ്. ഞാൻ ക്ഷീണം കൊണ്ട് റെഡ് ബുള്ളും 2 ഐസ്ക്രീം വാങ്ങിച്ചു. തിരിച്ച് മേലെ കയറി. പിന്നെ കുറച്ചു ദൂരം അവിടേക്ക് ഇരുന്നു. കുറച്ചും റിലാക്സ് ചെയ്തു. പിന്നെ പുറത്തേക്ക് വന്നിട്ട് ഫുഡ് കഴിക്കാൻ വന്നു. തിരിച്ച് നമ്മള് വണ്ടിയിടത്തേക്ക് പോവാണ്. എന്റെ വീട്ടിലേക്ക്.